അമ്മേ, ഞാൻ ആ കാറ്ററിംഗുകാർക്ക് പൈസ കൊടുത്തിട്ട് വരാം കേട്ടോ. ജ്വല്ലറിക്കാർ വിളിയോട് വിളിയാ. ഇത്രയും പവനൊന്നും എടുക്കണ്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞല്ലേ. ഈ അമ്മയുടെ ഒറ്റ നിർബന്ധപ്രകാരം എത്രയൊക്കെ എടുത്തത്. അല്ല മോനെ, ഇനി എന്തെങ്ങനെയൊക്കെ പറയുന്നേ? അനക്ക് ആകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. എൻ്റെ അമ്മയെ കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ കയ്യിൽ സാമ്പത്തികം വേണ്ടേ? സാമ്പത്തികത്തിൻ്റെ ആണോ മോനെ? സ്വർണത്തിന് വില കൂടിക്കെന്ന് വെച്ചിട്ട് കയത്തിലും കയ്യുമ്മിൽ എന്തെങ്കിലും കാണാൻ വേണ്ടേ? ഇതൊക്കെ നടത്താനുള്ള ഭാഗ്യമൊക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയാം. എവിടെ അമ്മ? എൻ്റെ അടുത്ത് എവിടെ പൈസ? എന്താ എൻ്റെ അടുത്തൊന്നുമില്ല? എൻ്റെ അമ്മയെ എനിക്ക് കഷ്ടിച്ച് കഴിഞ്ഞു പോകാനുള്ള ശമ്പളമല്ലേ കിട്ടുന്നുള്ളൂ. ഇപ്പം തൽക്കാലുണ്ടല്ലോ ഓളെ വലിയ മാലയല്ലേ ഇവളെ. ഏത് മാല? നിതേൻ്റെ വലിയ മാല. എൻ്റെ അമ്മ അത് അവളുടെ അച്ഛൻ കൊടുത്താ. അതൊന്നും എടുക്കാൻ പറ്റില്ല. ഓളെ അച്ഛൻ കൊടുത്തത് അത് അണക്ക് തന്നതാ. അതെന്താ ഇനി മനസ്സിലാക്കാത്തത്? അത് അണക്ക് തന്ന എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അണക്ക് തന്ന സാധനം അത്. അത് അണക്ക് എടുക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അതാ അങ്ങനെയാണ് എല്ലാ ആങ്ങളമാരും ഇങ്ങനെ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ നടത്തുന്നത്. കല്യാണത്തിന് സ്വർണം മാത്രം കൊടുത്താൽ പോരാ. കട്ടില്, കിടക്ക, അളുമാരി, അടുക്കളയിലേക്ക് വേണ്ട ഓവൻ, പിന്നെ അടുക്കളയിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഇതൊക്കെ കൊണ്ടുപോകണം. എന്താ മോനെ ഞാൻ ആലോചിക്കുന്നത്? ഇത്ര ദാരിദ്ര്യം പിടിച്ച വീട്ടിലേക്കാണോ നമ്മുടെ പെങ്ങളെ പറഞ്ഞു വിട്ടേക്കുന്നത്? ദാരിദ്ര്യം പിടിച്ച വീടോ? ആ, അവിടെ കിടക്കാൻ കട്ടിലുണ്ടോ? കിടക്കാൻ കട്ടിലാടെ ഉണ്ടല്ലോ. പാചകം ചെയ്യാനോ? പാചകം ചെയ്യാൻ പാത്രമുണ്ട്. അപ്പൊ ഉണ്ടല്ലേ. ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് മേലെ എൻ്റെ അടുത്തേക്ക് വന്നോണ്ടോ, ഞാൻ പറഞ്ഞുതരാം.